അച്ചോയ് അച്ഛാ, പരിപാടി തുടങ്ങണ്ടേ? കാഴ്ചക്കാരെല്ലാവരും എത്തിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എവിടെ ഉണ്ട്? എല്ലാവരും വന്നല്ലേ? അപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങാണ്. കുറച്ചു നേരം വൈകി കേട്ടോ. ഞാനും ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. നിങ്ങൾ ഉറങ്ങിയോ അവിടെ ഇരുന്ന്? ഇല്ല, ഉറങ്ങിയിട്ടില്ല. നമുക്കറിയാമല്ലോ, കുറേ ആണുങ്ങളൊക്കെ സ്റ്റേജിൽ കയറാനുള്ളതാണ്. പെണ്ണുങ്ങൾ മേക്കപ്പ് ഇടാൻ കയറിയിട്ടുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതാണ് പ്രശ്നം. ഞാൻ 9:30 തുടങ്ങണമെന്ന് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞാണെങ്കിലും കാര്യം മേക്കപ്പ് കിട്ടി വന്നപ്പോഴേക്കും ഇതായി. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കേണ്ട കാര്യം തന്നെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇന്ന് ഞാനൊരു നിങ്ങളുടെ മുമ്പിൽ അപ്പോൾ എല്ലാവരും സെറ്റായിട്ടുണ്ട്. നമ്മൾ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഈ പാതിരാത്രി ഇന്നിങ്ങനെ പ്രസംഗം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. കാരണം അല്ലെങ്കിൽ തന്നെ അച്ഛന്മാർക്ക് പ്രസംഗം കൂടുതലാണ് എന്നൊരു പരാതി ഉള്ളതാണ്. പിന്നെ ഞാനൊരു കഥ പറയാൻ പോവുകയാണ്. കഥയുടെ സ്ക്രിപ്റ്റൊക്കെ ഇങ്ങനെ തയ്യാറാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ കഥ നിങ്ങൾക്കേറെ പരിചിതമായ കഥയാണ്. പക്ഷെ ഏത് പരിചിതമായ കഥയും അത് വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണല്ലോ നമുക്ക് ഇഷ്ടപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ സിനിമയൊക്കെ കണ്ടു നോക്കി, ഏത് സിനിമ എടുത്താലും അതിൻ്റെ കഥയെല്ലാം ഒന്ന് തന്നെയല്ലേ? അല്ലേ? ഒരു നായകൻ, ഒരു നായിക, അവരുടെ പ്രണയം, ഒരു വില്ലൻ, സ്റ്റോറി സെയിമാണ്. പക്ഷേ അതിൻ്റെ അവതരണങ്ങളാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്, മനോഹരമാക്കി മാറ്റുന്നത്. ഇതും നിങ്ങൾക്കറിയാവുന്ന ഒരു കഥയുടെ അവതരണമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ കഥ നടക്കുന്നത് ഒരു പാടത്താണ്. പാടത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയതല്ല കുട്ടികൾ. കുറച്ചും കൂടി പഴയ പാടമാണ്. പഴയ പാടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2000 വർഷം മുമ്പ് പഴക്കമുള്ളൊരു പാടം. ആ പാടത്ത് ആടുമേയ്ക്കാൻ ഇരുന്ന ആട്ടിടയന്മാരാണ്. എല്ലാ ദിവസവും അവർ ആടുമേയ്ക്കാൻ പോകുന്നതാണ് സാധാരണ ആട്ടിടയന്മാരൊക്കെ ചെയ്യുന്നത്. കുറേ നാളിങ്ങനെ ആടുമേയ്ച്ച് നടന്ന് ചിലപ്പോൾ 2-3 ആഴ്ചയൊക്കെ കൂടുമ്പോഴാണ് അവർ തിരികെ ഗ്രാമത്തിലേക്കൊക്കെ പോകുന്നത്. രാത്രിയാകുമ്പോൾ പാടത്തിൻ്റെ വരമ്പത്ത് എവിടെയെങ്കിലൊക്കെ വിശ്രമിക്കും ആടുകളെയൊക്കെ ആയിട്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പതിവ്. പക്ഷേ ആ രാത്രി ഒരു വ്യത്യസ്തമായ രാത്രിയായിരുന്നു. ആട്ടിടയന്മാർ കണ്ട ഒരു വിസ്മയകരമായ കാഴ്ച. ആട്ടിടയന്മാർ കണ്ട ആ വിസ്മയകരമായ കാഴ്ചയിലേക്ക് നിങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യും. ഓ, എന്തൊരു തണുപ്പാണോ! ശരിയാണോ? തണുത്തിട്ടേ അസ്ഥി വരെ മരവിച്ച്. വീഞ്ഞ് എനിക്ക് വേണ്ടി താടാ. ഞാനൊരു കാര്യം പറയാം. വീഞ്ഞ് കുടിച്ച് ബോധം പോയി ആടുകളെ വല്ല പുലിയും പിടിച്ചാല് നിങ്ങളൊക്കെ ഉത്തരം പറഞ്ഞോളണം. ഇന്ന് പോയടോ മനുഷ്യ, ഞങ്ങളൊക്കെ എത്ര കുടിച്ചാലും ഉണ്ടല്ലോ, നല്ല ബോധത്തോടെ ഇതേപോലെ സ്റ്റഡി ആയിട്ട് നടക്കും. നല്ല ബോധം, നല്ല സ്റ്റഡി. ഞാനിപ്പോ പിടിച്ചിലിറങ്ങിത്താൻ വീണേനെ. നോക്കിയേ, ആകാശത്തൊരു വെളിച്ചം. എന്താണത്? അത് ശരിയാണല്ലോ. ഇനി വല്ല വാൽനക്ഷത്രവും ഭൂമിയിലേക്ക് വരുന്നതാണോ? വാൽനക്ഷത്രോ? നമ്മളെ കടിച്ചു പൂസായി തോന്നണ്ടാ. പൂസായതല്ലടാ, എന്തോ ഒരു സാധനം ഇങ്ങോട്ട് വരുന്നുണ്ട്. വല്ല പ്രേതം വലുതാണോ അത്? അത് പ്രേതം തന്നെയാടാ. അയ്യോ, എന്നെ ഇപ്പൊ കൊല്ലുവേ. എനിക്കെന്റെ അമ്മേനെ കാണണം, എനിക്കെന്റെ അമ്മേനെ അടുത്ത് പോണം, എനിക്കെന്റെ അമ്മേനെ കാണണം. അയ്യോ, ഒന്നും മിണ്ടാതിരിക്കാമോ? അത് പ്രേതമൊന്നും ആയിരിക്കില്ല. അത് പ്രേതം അല്ലാതെ നിനക്ക് എങ്ങനെ അറിയാം? നീ ഇതിനു മുമ്പ് വല്ല പ്രേതത്തിനെയും കണ്ടിട്ടുണ്ടോ? നമ്മൾ ചത്ത് എടാ, നമ്മൾ ചത്ത്. ദൈവമേ, ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ലല്ലോ. ഓ, ചാവാൻ നേരത്താണ് അവന്റെ ഒരു കല്യാണം. ഒന്നും മിണ്ടാതിരിക്കേ. ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ദൂതനാണ് ഞാൻ. ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. എടാ, ഇത് നമ്മുടെ ചോര ഊറ്റി കുടിച്ച് നമ്മളെ കൊല്ലാനുള്ള പരിപാടിയാടാ. ഒന്നും മിണ്ടാതിരിക്കാവോ? ഇനിയും നിങ്ങളുടെ പേടി മാറിയില്ലെന്ന് തോന്നുന്നു. എന്റെ ചേട്ടാ. ഓ, ചേട്ടനല്ല, മാലാഖ. അതെന്നെ മാലാഖ. എന്റെ മാലാഖ. ഈ മാലാഖ എന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരെണ്ണത്തിന് നേരിട്ട് കാണുന്നത്. അതിന്റെ ഒരു ഭയവും പരിഭ്രമവുമാണ്. ഭയപ്പെടേണ്ട, സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നത്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. എന്താ ഇത്? നൂറ്റാണ്ടുകളായി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങളുടെ മിശിഹായെ കുറിച്ചാണോ താങ്കൾ ഈ പറയുന്നത്? അതെ, പൂർവപിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം ചെയ്ത വാഗ്ദാനം
പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ആരെപ്പറ്റി പ്രവചിക്കപ്പെട്ടോ അവൻ, ആ മിശിഹ ഇതാ ബെത്ലഹേമിൽ മനുഷ്യരോടൊത്ത് മനുഷ്യരിൽ ഒരുവനായി പിറന്നിരിക്കുന്നു. സന്തോഷത്തിൻ്റെ ഈ സുവിശേഷം നിങ്ങൾ എല്ലായിടത്തും പോയി അറിയിക്കുവിൻ. നിങ്ങൾക്കുള്ള സാക്ഷ്യത്തിനായി സ്വർഗീയ ദൂതന്മാരുടെ ഒരു ഗാനം നിങ്ങൾ ഇപ്പോൾ ശ്രവിക്കും. സംഗീതം മണ്ണിതിൽ സന്തോഷം, സ്വർഗം തുറന്നു സുവിശേഷവുമായി. സംഗീതം മണ്ണിതിൽ
സുവിശേഷ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? നമ്മൾ വല്ല സ്വപ്നവും കണ്ടതാണോ അതോ നമ്മൾ വെള്ളം അടിച്ചു കൂടിപ്പോയോ? സ്വപ്നം കണ്ടതൊന്നുമല്ല, ശരിക്ക് സംഭവിച്ചതാ. അപ്പൊ നമുക്കെന്താ വേണ്ടേ? ബത്ലഹേമിലേക്ക് പോണോ അതോ? ബത്ലഹേമിലേക്ക് പോനെ 2 ദിവസത്തെ വഴി അടക്കണം. ഞാനേ നാളെ വൈകിട്ട് ഹനൂക്ക ഉത്സവത്തിന് പോകാനായിട്ട് വീട്ടിൽ ചെല്ലാന്ന് വാക്ക് കൊടുത്തേക്കണതാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ ഗ്രാമത്തിലേക്ക് പോകാം. ഗ്രാമത്തലവനോട് കാര്യം പറയാം. എന്നിട്ട് ഗ്രാമത്തിൽ നിന്ന് ആൾക്കാരെയും കൂട്ടി നമുക്ക് പോകാം. എന്നാ ശരി, അങ്ങനെ ആവട്ടെ. നാട്ടുകാരെ വേഗം വന്നേ, വേഗം വന്നേ. നാട്ടുകാരെ ഓടിവാ ഓടിവാ. ഇവിടെ കാര്യം കാണാനില്ലല്ലോ, എല്ലാവരും അവിടെ പോയാവോ? നാട്ടുകാരെ വേഗം വാ വേഗം വാ. എന്താ കാര്യം? എന്താ പ്രശ്നം ഉണ്ടായത്? എന്റെ നാഹോറേട്ടാ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഉണ്ടല്ല, ഒരു ഭയങ്കര സംഭവം ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഭയങ്കര സംഭവം? എന്ത് സംഭവം? നമ്മുടെ ഗ്രാമമുഖ്യം വരട്ടെ, ഗ്രാമവാസികളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഞങ്ങൾ കാര്യം പറയാം. എന്തു പറ്റി നിങ്ങൾക്ക്? നിങ്ങളെന്തോ വലിയ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാണല്ലോ കേട്ടത്. ഗ്രാമത്തലവ, ഇന്നലെ രാത്രി വളരെ അത്ഭുതകരമായൊരു സംഭവം ഉണ്ടായി. ഓഹോ, അതെന്താണ് അങ്ങനെ ഒരു സംഭവം? ഞങ്ങൾ രാത്രി ആടുകൾക്ക് കാവലിരിക്കുമ്പോ ആകാശത്തു നിന്നൊരു പ്രകാശം വന്നു. ഞങ്ങൾ വിചാരിച്ചതേ വല്ല ഭൂതവുമാണെന്നാ. എന്നിട്ട് ആ പ്രകാശം അടുത്തടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അതൊരു മാലാഖയായിരുന്നു. ഇന്നലെ രാത്രി എത്ര കുപ്പി വീഞ്ഞു കുടിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാൻ എന്റെ ഗ്രാമത്തലവ. അമ്മച്ചിയാണ് സത്യം, ഒറ്റ കുപ്പി വീഞ്ഞു കുടിച്ചിട്ടുള്ളൂട്ടാ. ദേ, ഞാനാണേ കുടിച്ചിട്ടേ ഉണ്ടായില്ല. ഓ, കുടിച്ചിട്ടുണ്ടായില്ലെന്ന് എന്റെ ഗ്രാമത്തലവ. ഇവരൊന്ന് മണത്ത് നോക്കിയാൽ ഇപ്പൊ അറിയാൻ കുടിച്ചിട്ടുണ്ടെന്ന്. മണക്കലെങ്ങ വീട്ടിൽ പോയി മണത്താ മതി. മതി മതി മതി, നിർത്ത്, ഞാൻ ചോദിച്ചോളാം. എന്റെ പൊന്ന് ഗ്രാമത്തലവ, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഞങ്ങൾ 3 പേരും ഇത്തിരി കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഏസാവുണ്ടല്ല, ഒരു തുള്ളി പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാലാഖ വന്നപ്പോഴേക്കും ഞങ്ങൾ പേടിച്ച് ഞങ്ങളുടെ പറ്റക്കിറങ്ങി പോയി. ശരി ശരി, മാലാഖ വന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? മാലാഖ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ദാവീദിന്റെ പട്ടണത്തിൽ നമ്മുടെ രക്ഷകൻ പിറന്നിട്ടുണ്ടെന്ന്. ഇവര് പറയുന്നൊക്കെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ശരിയാ, മാലാഖ വന്ന് രക്ഷകൻ പിറന്ന് എന്നൊക്കെ പറഞ്ഞ ആര് വിശ്വസിക്കാനാ? നിങ്ങൾ വിശ്വസിച്ചാൽ ശരി, ഇല്ലെങ്കിൽ ശരി, ഞങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ്. ഈ സന്തോഷ വാർത്ത എല്ലാവരും അറിയിക്കണമെന്ന് മാലാഖ പറഞ്ഞു. മാലാഖ ഞങ്ങൾക്കൊരു അടയാളവും തന്നിട്ടുണ്ട്. അടയാളമോ? എന്തടയാളം? ബത്ലഹേമിൽ ചെന്ന് കഴിയുമ്പോൾ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണുമെന്നാണ് മാലാഖ ഞങ്ങളോട് പറഞ്ഞത്. എന്റെ യഹോവേ, ഇസ്രായേലിന്റെ രക്ഷകൻ കാലിത്തൊഴുത്തിൽ പിറന്നു പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇവന്മാര് രാത്രി എന്തോ കണ്ടു പേടിച്ച് വട്ടായി പോയി തോന്നുന്നു. ദേ, നമ്മുടെ റബ്ബി എലീശ വരുന്നു. മക്കളെ, അവരെ അവിശ്വസിക്കേണ്ടതില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യന് അഗ്രാഹ്യമാണ്. യൂദയായിലെ ബത്ലഹേമിലാണ് രക്ഷകൻ പിറന്നതെന്ന് മാലാഖ പറഞ്ഞതെങ്കിൽ അത് സത്യമാവാനാണ് വഴി. കാരണം മിഖാപ്രവാചകന്റെ പുസ്തകത്തിൽ ബത്ലഹേമിനെ കുറിച്ച്
പ്രവചിച്ചിട്ടുണ്ട്. റബ്ബി, അപ്പോൾ ഇവർ പറയുന്നതൊക്കെ സത്യമാണെന്നാണോ അങ്ങ് പറയുന്നത്? മനുഷ്യരെ വിധിക്കാൻ ഞാൻ ആരാണ്? ദൈവം മനുഷ്യരുടെ കൂടെ വസിക്കുമെന്ന് യേശയ്യ പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? എന്റെ കാഴ്ചപ്പാടിൽ രക്ഷകൻ കൊട്ടാരങ്ങളിലല്ല, പാവപ്പെട്ട സാധാരണക്കാരുടെ ഇടയിലാണ് പിറക്കാൻ പോകുന്നത്. അതുകൊണ്ട് ബത്ലഹേം വരെ പോയി ഉണ്ണിയെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. റബ്ബിയുടെ അഭിപ്രായം അതാണെങ്കിൽ ഇന്നത്തെ ഉത്സവാഘോഷങ്ങൾക്ക് ശേഷം നമുക്ക് ഉണ്ണിയെ കാണാൻ പോകാം. അങ്ങനെയെങ്കിൽ വാദ്യമേളക്കാരോടും നർത്തകരോടും വരാൻ പറയൂ. ഇന്നത്തെ ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരമാണ്. ഹേയ് ഗ്രാമവാസികളെ, വാദ്യമേളങ്ങൾ മുഴങ്ങട്ടെ, ആഘോഷങ്ങൾ പൊടിപാറട്ടെ. നമുക്ക് ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. Judge and make war. His eyes are a fire, his tongue is a sword. Lion of Judah, I am jealous
തിരുതിയിട്ട് പോയെന്ന് വിചാരിക്കരുത് കേട്ടോ. ഒരു ചെറിയൊരു കട്ടൻ കാപ്പി കുടിക്കാൻ വേണ്ടി പോയതാണ്. കട്ടൻ കാപ്പി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മാതൃസംഘത്തിലെ അമ്മമാര് എല്ലാവർക്കും വേണ്ടി ചുക്കാപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ കുടിക്കാവുന്നതാണ്. തൊണ്ടയൊക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ ഇരിക്കണമെങ്കിൽ. അപ്പൊ ഏതായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഇടയ്ക്ക് ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്നെങ്കിലും തുടക്കത്തില് പിന്നെ കഥ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും ആട്ടിടെ ഗ്രാമത്തിലെ ഉത്സവ ആഘോഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ആ ഉത്സവാഘോഷങ്ങൾക്കൊക്കെ ശേഷം ഈ അട്ടടയന്മാരിനിപ്പോ ഉണ്ണിയെ അന്വേഷിച്ച് പോകും. നമ്മുടെ കഥ ഇനി മറ്റൊരു ഭൂമികയിലേക്ക് മാറുകയാണ്, വേറൊരു ലൊക്കേഷനിലേക്ക് മാറുകയാണ്. അങ്ങ് കിഴക്കുള്ളൊരു രാജ്യം. തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ്. അങ്ങ് ഒത്തിരി കിഴക്കെന്ന് പറയുമ്പോൾ അറിയാം, നമ്മളിപ്പോ നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിലാണ്, ഇതിനപ്പുറത്തല്ല. നമ്മൾ ചിന്തിക്കുന്നത് ഇസ്രായേലിൽ നിന്നാണ്. ഇസ്രായേലിനും കിഴക്ക് ദേശത്തുള്ള ഒരു രാജ്യം. തീർച്ചയായിട്ടും അത് ഭാരതം അല്ലെ, കിഴക്ക് ഭാഗത്താണ്. പേർഷ്യയും അറേബ്യയൊക്കെ ഇസ്രായേലിനും കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഭാരതത്തിലേക്കാണ്. ആ പുണ്യ പുരാതന ഭൂമി. നമുക്കറിയാം, ഭാരതം സംസ്കാര സമ്പന്നമായൊരു നാടാണ്. നമുക്കറിയാം, മഹർഷി വര്യരും ജ്യോതിശാസ്ത്ര പണ്ഡിതരും ഒക്കെ ചേർന്ന് ജ്ഞാനസമ്പാദനം നടത്തിയ ഒരു ഭൂമിക കൂടെയാണ് നമ്മുടെ ഭാരതം. അത് അറിവിന്റെ നാട് മാത്രമല്ല, അതോടൊപ്പം അത് സംസ്കാരത്തിന്റെ നാട് കൂടിയാണ്. ശാസ്ത്രീയ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ഒക്കെ ഒരു ഭൂമിക കൂടിയാണ് നമ്മുടെ ഭാരതം. ആ ഭാരതഭൂമിയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. Come on now, follow my lead. Come on now, follow my lead. Gama bala, gama, gama bala, gama esa. Gama bala, gama, gama bala, gama esa. Mapani pa gama, gama bala, gama esa. Sa, gama basa, gama. I'm in love with your body. Why? Niri bama ba, kari sani. Why? Pani sa sa. Why? Kari ni sa ba, kari sa vida ba. Why? Now follow my lead. Ta drum nam ta drum ta dhalam ko tak da da gida ta drum ta takita ta da drum drum ta tanam ta rum ta takita ta gida ta tarita ta dhanata ta drunata ta dimita ta da drum tanam rum tagadim takida dim ta tarigida ta drum dim da drum nam da drum tam takita dana ta tarigida dim ta tarigida ta drum dim takita drum takita drum ta drum takita ta drum tarigida ta dum tarita ta dana tarita ta tarigida ta dhanata drum tarita dana tarigida ta drum dim da drum nam da drum ta dim tom nam ta tarigida ta dhanata
ಧಣತತ ತರಿಗಿಡತಿಗೆ ಧಣತತ ಧಣತತ ದಿಂತ ತರಿತತ ಧಣತತ ತಡಿತ ಧಣತ ಧಣತದ ತಂಗಿಡತಿಗೆ ತರಿಗಿಡತಿಗೆ ದತ್ತ ತದಿಂ ತರಿಗಿಡತಿಗೆ ದತ್ತ ತದಿಂ ತರಿಗಿಡತಿಗೆ ತದಿಂ ತರಿಗಿಡತಿಗೆ ತದಿಂ ತರಿಗಿಡತಿಗೆ ಜುಂ ತರಿಗಿಡತಿಗೆ ತಂಗಿಡತಿಗೆ ತರಿಗಿಡತಿಗೆ ದಿಂಗಿಡತಿಗೆ ತರಿಗಿಡತಿಗೆ ತೊಂಗಿಡತಿಗೆ ತರಿಗಿಡತಿಗೆ ബഹുമാന്യനായ കശ്യപ മഹർഷി, അങ്ങൊന്ന് പുറത്തേക്ക് വരണം. അസാധാരണമായൊരു നക്ഷത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അസാധാരണമായ നക്ഷത്രമോ? അതേ ഗുരു, നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ എല്ലാം ഞാൻ എടുത്തു നോക്കി. ഒരു താളിയോലയിലും ഇത്തരമൊരു നക്ഷത്രത്തെക്കുറിച്ചുള്ള പരാമർശം ഞാൻ കണ്ടില്ല. ശാസ്ത്രഗ്രന്ഥങ്ങളിൽ കാണുന്നത് മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ എന്ന് നീ കരുതരുത്. മനുഷ്യൻ്റെ കാഴ്ചയുടെ ചക്രവാളങ്ങൾക്കും അപ്പുറം അനേകം യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങൊന്ന് വന്നു നോക്കിയാൽ നന്നായിരുന്നു. ശരി, ഞാൻ നോക്കാം. നടക്കൂ. നീ പറഞ്ഞത് ശരിയാണ്. ഇതുവരെ നമ്മുടെ നിരീക്ഷണത്തിൽ പെട്ടിട്ടില്ലാത്ത ഒരു നക്ഷത്രമാണത്. അതിൻ്റെ ആകാശത്തെ സ്ഥാനവും അസാധാരണമായ വലിപ്പവും പ്രകാശവും കണ്ടിട്ട് അത് അത്ഭുതകരമായ എന്തോ ഒന്നിൻ്റെ സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അറിയണമെങ്കിൽ ഏതെങ്കിലും ജ്യോതിശാസ്ത്ര പണ്ഡിതനോട് ചോദിക്കണം. കശ്യപഗുരു, അങ്ങയെപ്പോലെ പ്രഗത്ഭനായൊരു ജ്യോതിശാസ്ത്ര പണ്ഡിതൻ നമ്മുടെ നാട്ടിലെങ്ങുമില്ല. പിന്നെ ആരോടാണ് ചോദിക്കാൻ സാധിക്കുക? അറിവിന് അതിർവരമ്പുകളുണ്ടോ? നമ്മുടെ നാട്ടിലില്ലെങ്കിൽ സമീപ നാടുകളിൽ അന്വേഷിക്കണം. പേർഷ്യയിലെ ബെൽത്താസറും അറേബ്യയിലെ മെൽക്കിയോറും എല്ലാം പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. അവർ ഒരിക്കൽ എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. നീ ഓർക്കുന്നില്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങയുടെ പേര് കശ്യപൻ എന്ന് അവർക്ക് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ കാസ്പർ എന്നാണല്ലോ അവർ അങ്ങയെ വിളിച്ചിരുന്നത്. അതെ അതെ. ഏതായാലും യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. ശരി ഗുരു. ബാൽത്താസറിനും മെൽക്കിയോറിനും നമസ്കാരം. ഓ കാസ്പർ, അങ്ങേക്കും വന്ദനം. ഞങ്ങൾ അങ്ങയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആകാശത്ത് ഒരു അസാധാരണ നക്ഷത്രം കണ്ടപ്പോൾ അങ്ങയുടെ അഭിപ്രായം കൂടെ അറിയാം എന്ന് ഞങ്ങൾ പറയുകയായിരുന്നു. ഞാനും ആ നക്ഷത്രം കണ്ടതുകൊണ്ടാ നിങ്ങളെ തേടി വന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് ഏതോ ഒരു രാജാവിൻ്റെ വരവിനെ കുറിക്കുന്ന നക്ഷത്രമാണത്. നിങ്ങൾ അതിൻ്റെ സഞ്ചാരപാത ശ്രദ്ധിച്ചോ? അത് കിഴക്ക് നിന്നും പടിഞ്ഞാറ് ദിക്കിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു അത് അവസാനിക്കുന്നത് യൂദയ രാജ്യത്തിലാണ്. നമുക്ക് ആ നക്ഷത്രത്തിന്റെ പിന്നാലെ പോയി ഒന്ന് നോക്കിയാലോ? ഞാനും അതേ അഭിപ്രായക്കാരനാണ്. ഈ ലോകത്തിന്റെ തന്നെ ഗതി നിയന്ത്രിക്കാൻ കഴിവുള്ള ആരോ ഒരാൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തിനാണ് ഇനിയും വൈകുന്നത്? നമുക്ക് ആ നക്ഷത്രത്തിന്റെ പാത പിന്തുടർന്ന് പോകാം. എന്നാൽ അങ്ങനെ ആവട്ടെ. കഥ നമ്മൾ തുടരുകയാണ്. അപ്പോൾ ഉണ്ണീശോയെ അന്വേഷിച്ച് നമ്മുടെ ആട്ടിടയന്മാർ പുറപ്പെട്ടു. പൂർവ്വദേശത്ത് നിന്ന് ജ്ഞാനികൾ പുറപ്പെട്ടു. അവരിങ്ങനെ ഉണ്ണീശോയെ തേടിയുള്ള അവരുടെ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചോ, ഇതാണ് ഈ നേരത്തെ എന്നെ വിളിക്കണം. ആരാത്? പേര് വിളിച്ചാ ജെമിച്ചേട്ടാ. എന്താണ് പറഞ്ഞേ? എന്താ കാര്യം? എന്താ പറ്റിയ? ജെമിച്ചേട്ടൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഇടയിൽ കൂടി ഈ പരിപാടി നടക്കുവോ? കുർബാന പ്രദക്ഷിണം സമയമാണോ? എന്റെ ചേട്ടാ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എത്ര പേരെ ഈ പരിപാടി എപ്പോ കഴിയുന്ന? അല്ല ചേട്ടാ, ഈ കഥ പറഞ്ഞു കഴിയുമ്പോ നാട്ടുകാരെന്റെ കഥ കഴിച്ചില്ലെങ്കിൽ നമുക്ക് പ്രവീണ തിരിക്കണം വാർത്ത. ചേട്ടൻ ഒരു കാര്യം ചെയ്യാം, താരേക്ക് ഒരുക്കി വെച്ചോ. അവിടെ എല്ലാം റെഡിയാ? എല്ലാം സെറ്റാണ്. ഓക്കെ, അത് മതി. നമ്മുടെ ജെയ്മി ചേട്ടൻ എന്ന് വെച്ചാൽ സെറ്റാണല്ലേ. അപ്പൊ നമ്മള്
നല്ല കൈഡി തന്നെ വേണ്ട. അപ്പോൾ നിങ്ങൾ കഥ കഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ അവസാനം ഇതിൻ്റെ ചിലവൊക്കെ കൂടി വരുമ്പോഴേക്കും എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നമ്മൾ ഇതിനെ കഥയുടെ അവസാന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഒരു വാക്ക് നന്ദിയെങ്കിലും ഒക്കെ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം നിങ്ങൾ ഈ രംഗത്ത് നിൽക്കുന്ന ഒരുപാട് പേരെ കാണാം. ഏതാണ്ട് 100ഓളം കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഇങ്ങനെ രംഗത്ത് കയറി ഇറങ്ങി പോകുമ്പോൾ ഇതിൻ്റെ പിന്നണിയിൽ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഏതാണ്ട് ഒരു ഒക്ടോബർ അവസാനം മുതലാണ് ഇതിൻ്റെ ഒരു ആലോചനകൾ തുടങ്ങിയത്. ആ ഒരു സമയം മുതൽ തന്നെ ഇങ്ങനെ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനും ഒക്കെ ഏറെ പേര് ഇങ്ങനെ സഹായിച്ചു. പിന്നീട് ഇതിൻ്റെ പിന്നണിയിൽ ടെക്നിക്കലായിട്ടും ഒക്കെ ഒരുപാട് പേരുടെ സഹായത്തോടു കൂടെയാണ് നമ്മൾ ഈ പരിപാടി ഇങ്ങനെ നടത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വാക്ക് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു നന്ദി പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്. ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയിലും ഓരോ ടീമിനെയും ഓരോരോ സെറ്റിനെയൊക്കെ ഒരുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട ഷിജി സിസ്റ്റർ ഉണ്ടായിരുന്നു, സിയ പുളിക്കൽ, ഷാലി തെക്കേക്കര, സ്നേഹ ചീരങ്കൽ, ലിയ മഞ്ഞളി, റാണി വിധേയത്തിൽ, ആനീസ് വലിയ വീട്ടിൽ, വിധു അമ്പഴക്കാടൻ, ടീന കൊളങ്ങര, ഷീബ പാപ്പാളി, ലിനിയ തൈക്കാട്ടുമുളയിൽ, മിനി തൃക്കൂക്കാരൻ എന്നിവർ. അതോടൊപ്പം തന്നെ നമ്മുടെ സജി സാർ, കൈക്കാരന്മാർ, രാജുചേട്ടൻ, ലോബി എല്ലാം ചേർന്നാണ് ആദ്യത്തെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് നയിക്കുകയൊക്കെ ചെയ്തത്. പിന്നീട് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അവതരണം നമ്മളുടെ സ്റ്റീയ ജോൺസണും അതുപോലെ തന്നെ ഏഞ്ചൽ പിൻ്റെയുമാണ് അതിന് അവതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മേക്കപ്പ് ഇട്ടൊക്കെ ഒരുക്കാനായിട്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത് ബിജു കറുകുറ്റി, അനീഷ് വർഗീസ്, ഷിബു വൈന്തല എന്നിവരാണ്. അവരെയും സ്നേഹത്തോടെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ രംഗത്തിങ്ങനെ സ്റ്റേജ് തയ്യാറായി വരുമ്പോൾ ഈ നാടകം ഇങ്ങനെ കളിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും എന്നെ ഒത്തിരിയേറെ സഹായിച്ച ഒരാളാണ് ഡൊമിനിക് വലിയ വീട്ടിൽ. ഈ നാടകത്തെ ഒന്ന് സംവിധാനം ചെയ്യാൻ എന്നെ സഹായിച്ചത്. അതുപോലെ ടെക്നിക്കൽ ടീം അംഗങ്ങൾ ഒരുപാട് ഉണ്ട്. നമ്മുടെ ബിജു പുളിക്കൽ, ക്രിസ്റ്റഫർ തോട്ടത്തിൽ മാലിയിൽ, ജസ്റ്റിൻ തോട്ടത്തിൽ മാലിയിൽ, ടോം കുണ്ടുകുളങ്ങര, ലിജോഷ് വേഴപ്പള്ളിയിൽ, ജിതിൻ പടിക്കക്കുഴുപ്പിൽ, ടോം കൈതാരത്ത്, അതോടൊപ്പം തന്നെ നമ്മളുടെ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ദിബീഷ്, ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന അർജുൻ, അവരെ അസിസ്റ്റ് ചെയ്യുന്ന ആൽഫിൻ, രതീഷ്, മനു, LED വാളിൻ്റെ ഓപ്പറേറ്റർ യദു, ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അനന്തകൃഷ്ണൻ, ജിഫിൻ, ടോം എന്നിവരെയൊക്കെ വളരെ സ്നേഹത്തോടുകൂടെ നന്ദി പറയുന്നു. ഒപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. അപ്പം നമ്മുടെ കഥ തീർന്നിട്ടില്ല കേട്ടോ. നന്ദി പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും കഥ തീർന്നെന്ന് വിചാരിക്കും. കഥ തീർന്നിട്ടില്ല. നമ്മളിനി മറ്റൊരു ലൊക്കേഷനാണ് ഇനി പിടിക്കുന്നത്. പല ലൊക്കേഷനിലൂടെയാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കൊട്ടാരമാണ്. കൊട്ടാരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഹെറോദേസ് രാജാവിൻ്റെ കൊട്ടാരം. ആ കൊട്ടാരത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ആരവിടെ? അടിയൻ. മന്ത്രിയോട് നമ്മെ വന്ന് മുഖം കാണിക്കാൻ പറയൂ. ഉത്തരവ് പ്രഭു. ഹെറോദോസ് രാജാവ് നീണാൾ വാഴട്ടെ. മന്ത്രിമുഖ്യ, താങ്കളെ നാം വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. അരുളി ചെയ്താലും പ്രഭു. നമ്മുടെ രാജ്ഞി ഹെറോദിയുടെ പിറന്നാൾ ആഘോഷങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം. ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. അങ്ങ് ഒന്നുകൊണ്ടും വേവലാതിപ്പെടേണ്ട പ്രഭു. അങ്ങ് പറയുന്നതിന് മുമ്പ് തന്നെ വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഒരു കുറവും കൂടാതെ എല്ലാം ഭംഗിയായി നടത്തണം. കാരണം ഫിലിപ്പിന്റെ ഭാര്യയായി ജീവിച്ചവളെ എൻ്റെ ഭാര്യയാക്കിയിട്ട് ഞാൻ വേണ്ടത്ര പരിഗണിച്ചില്ല എന്ന പരാതിയൊന്നും ഉണ്ടാവരുത്. അത് ശരിയാണ് പ്രഭു. അതിഥികൾക്കായി വിഭവസമർത്ഥമായ ഒരു അത്താഴ വിരുന്ന് തന്നെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. സദ്യ മാത്രം പോരാ, നല്ലൊരു കലാവിരുന്ന് കൂടി വേണം. അതും ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, അവരോട് അങ്ങയുടെ മുൻപിൽ വന്ന് പരിപാടി അവതരിപ്പിച്ച് കാണിക്കാൻ പറയാം. ആയിക്കോട്ടെ. പരിപാടികൾ അവതരിപ്പിച്ച് കാണിക്കാൻ പറയൂ. ആരെവിടെ? കൊട്ടാരം നർത്തകരോട് രാജസന്നിധിയിൽ ഹാജരാകാൻ പറയൂ. She's crazy like a fool. What about Daddy Cool?
like a fool. While my daddy cool, I'm crazy like a fool. While my daddy cool, daddy, daddy cool, daddy, daddy cool, daddy, daddy cool, daddy, daddy cool. She's crazy like a fool. While my daddy cool, I'm crazy like a fool. While my daddy cool, daddy, daddy cool, daddy, daddy cool, daddy, daddy cool, daddy, daddy cool. ഏയ് നർത്തകരെ, ഇനിയുള്ള പരിപാടി അല്പം വീഞ്ഞു കുടിച്ചിട്ടാകാം. Hiya, Bobby. Hi, Ken. You want to go for a ride? Sure, Ken. Jump in. I'm a Barbie girl in the Barbie world. Life in plastic, it's fantastic. You can brush my hair, undress me everywhere. Imagination, life is your creation. Come on, Barbie, let's go party. I'm a Barbie girl in the Barbie world. Life in plastic, it's fantastic. You can brush my hair, undress me everywhere. Imagination, life is your creation. I'm a blonde single girl in a fantasy world. Dress me up, make it tight, I'm your dolly. You're my doll, rock and roll. Feel the glamour and pink. Kiss me here, touch me there. Hanky panky. You can touch, you can play. If you say I'm always yours. I'm a Barbie girl in the Barbie world. Life in plastic, it's fantastic. You can brush my hair, undress me everywhere. Imagination, life is your creation. Come on, Barbie, let's go party. 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 കൊള്ളാം, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പക്ഷേ ഈ പരിപാടി മാത്രം പോരാ, നമുക്ക് ഇനിയും പരിപാടികൾ വേണം. ഇതു മാത്രമല്ല പ്രഭു, കൊട്ടാരത്തിലെ കന്യകമാരുടെ നൃത്തം കൂടിയുണ്ട്. എന്നാൽ അവരോട് കടന്നു വരാൻ പറയൂ.
അവിടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞോ മന്ത്രിമുഖ്യ? ഇല്ല പ്രഭു, ഇനി അങ്ങ് ഭാരതത്തിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള കലാകാരികളുടെ പ്രകടനം കൂടിയുണ്ട്. ഓഹോ, അതൊരു വിശേഷപ്പെട്ട പരിപാടിയാണല്ലോ. എന്നാൽ അതും നടക്കട്ടെ. मलती गुंधाए देश प्यार गुगवारे, मलती गुंधाए देश प्यार गुगवारे, मुख दामिनी सिदम खस छाल मतवारी, छाल मतवारी, छाल मतवारी। ढाई शाम रोक लई रोक लई रोक लई, ढाई शाम रोक लई और चक मुख चूम लई, मुख चूम लई, मुख चूम लई, सर से मोरी चुनरी गई गई गई, सर से मोरी चुनरी गई, सरक 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 सरक। काहे छेड़ छेड़ मोहे गरवाला गाए, काहे छेड़ छेड़ मोहे गरवाला गाए, काहे छेड़ छेड़ मोहे। नंद को लाल सोठीट, नंद को लाल सोठीट, बरबस मोरी लाजली लाजली लाजली, बरबस मोरी लाजली, बिंदा शाम मानत नाही, बिंदा शाम मानत नाही, कासे कहूँ मैं अपने जिया के सुनत नाही माई, काहे छेड़ छेड़ मोहे। കൊള്ളാം, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. മഹാരാജാവ് നീണാൽ വാഴട്ടെ. പ്രഭു, പൂർവ്വദേശത്തു നിന്നും ഏതാനും ജ്ഞാനികൾ അങ്ങേ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു. അവരോട് വരാൻ പറയൂ. ഉത്തരവ് പ്രഭു. മഹാരാജാവ് നീണാൾ വാഴട്ടെ. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എന്താണ് നിങ്ങളുടെ ആഗമനോദ്ദേശം? പ്രഭു, ഞങ്ങൾ വിവിധ നാടുകളിൽ നിന്നുള്ള ജ്യോതിശാസ്ത്രജ്ഞരാണ്. ഞാൻ കശ്പ്യൻ, കാസ്പർ എന്നാണ് ഇവർ എന്നെ വിളിക്കുന്നത്. എൻ്റെ നാട് സിന്ധു നദിക്കും അപ്പുറത്തുള്ള ഭാരതമാണ്. പ്രഭു, ഞാൻ ബാൽതാസർ, അറേബ്യൻ സാമ്രാജ്യത്തിൽ നിന്നും വന്നവനാണ്. ഞാൻ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്നുള്ള മെൽക്കിയോർ. നിങ്ങളുടെ ആഗമനോദ്ദേശം പറഞ്ഞില്ല. പ്രഭു, ഏതാനും നാളുകളായി ആകാശവിധാനത്തിൽ ഒരു നക്ഷത്രം ഉദിച്ചു നിൽപ്പുണ്ട്. ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അതൊരു ചരിത്ര സംഭവത്തിന്റെ നാന്ദിയാണ്. എന്ത്? അത്ഭുത നക്ഷത്രമോ? ചരിത്ര സംഭവമോ? നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രഭോ, ഒരു ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഇത്തരമൊരു നക്ഷത്രത്തെക്കുറിച്ച് പരാമർശമില്ല.
അതുകൊണ്ടാണ് അതൊരു അത്ഭുത നക്ഷത്രമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഒരു പക്ഷേ അതൊരു രാജാവിൻ്റെ ജനനത്തെ കുറിക്കുന്ന നക്ഷത്രമാവാം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. രാജാവോ? ഞാനാണ് ഇവിടുത്തെ രാജാവ്. എനിക്ക് പിറക്കുന്ന മക്കളായിരിക്കും ഈ രാജ്യത്തിന്റെ അവകാശികൾ. അങ്ങനെയെങ്കിൽ അങ്ങയുടെ മകന്റെ ജനനത്തെ കുറിക്കുന്ന നക്ഷത്രമാണത്. എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്? അതിന് രാജാവിന് ഇതുവരെ മക്കളൊന്നും ആയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നത്? അങ്ങനെയെങ്കിൽ ഈ രാജ്യത്തിൻ്റെയൊക്കെ അവകാശിയായി ഒരു രാജകുമാരൻ ജനിച്ചിട്ടുണ്ട് ഈ നാട്ടിലെവിടെയോ. മന്ത്രി, ഇത് അപകടമാണ്. എന്റെ രാജ്യം തട്ടിയെടുക്കാൻ പിറന്ന ആ അസുരവിത്തിനെ മുളയോടെ നശിപ്പിക്കണം. അങ്ങ് ഭയപ്പെടണ്ട, അതിനു വഴിയുണ്ട്. ഏയ് ജ്ഞാനികളെ, നിങ്ങൾ സന്തോഷകരമായൊരു വാർത്ത കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന സമ്മാനങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് നൽകുന്നതായിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, എവിടെയാണ് ആ രാജകുമാരൻ ജനിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കൂ. എന്നിട്ട് ഞങ്ങൾക്കും പോയി അവനെ കണ്ടു വണങ്ങേണ്ടതിന് ഇവിടെ വന്ന് അറിയിക്കുക. ആ അതെ അതെ, നമുക്കും ആ രാജകുമാരനെ കാണേണ്ടതുണ്ട്. അതിനാൽ ഉടൻ പോയി അവനെക്കുറിച്ച് അന്വേഷിച്ച് വിവരങ്ങൾ നമ്മെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ട പാരിതോഷികങ്ങൾ കൊട്ടാരത്തിൽ നിന്നും നാം തന്നെ നൽകുന്നതായിരിക്കും. വളരെ സന്തോഷം പ്രഭു. ഞങ്ങൾ പോയി ഉണ്ണിയെ കണ്ടിട്ട് വിവരം അങ്ങയെ അറിയിക്കാം. മേരി, മേരി, ഒന്ന് എഴുന്നേറ്റ്. ദേ കുഞ്ഞു കരയുന്നു. ഞാൻ എടുത്തോളാട്ടോ. എന്തിനാ അമ്മയുടെ മോൻ കരയണേ? കരയണ്ടാട്ടോ, അമ്മയില്ലേ കൂടെ. എന്തിനാ മോൻ കരയണേ? കരയണ്ടാട്ടോ. സ്വപ്നം കണ്ടോ പൊന്നു? അമ്മയുണ്ടല്ലോ, അപ്പയുണ്ടല്ലോ, എല്ലാവരും പൊന്നുവിന്റെ കൂടെ ഉണ്ടല്ലോ. കരയണ്ടാട്ടോ. വാവോ വാവോ.